ലറിയ ഡിലൈറ്റ് ഓൾ ഇൻ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഐ വിൽ ഗീവ് ദം കംഫർട്ട് ആൻഡ് ജോയ് ഇൻസ്റ്റെഡ് ഓഫ് സോറോ. ഇന്ന് കാണാൻ പോകുന്നത് ഈ ചൂടിനെയൊക്കെ തകർക്കാൻ കഴിവുള്ള ഒരു സമ്മർ ഡ്രിങ്കാണ്. കറ്റാർവാഴ തണ്ടാണ് അതിന് നമുക്ക് ആവശ്യം. ഈ മഞ്ഞ നിറത്തിലുള്ള മിശ്രിതം നല്ലോണം ഡ്രെയിൻ ചെയ്തിങ്ങനെ പുറത്തേക്ക് പോകണം. അത് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്. അതിനുശേഷം നല്ലോണം വെള്ളം ഒഴിച്ച് ഈ കറ്റാർവാഴത്തണ്ട് വൃത്തിയാക്കിയെടുക്കണം. ശരീരഭാരം, പ്രമേഹം, നീർക്കെട്ട് ഇവയെല്ലാം കുറയ്ക്കാനും പ്രതിരോധ ശക്തി കൂട്ടാനും വളരെ സഹായകരമാണ് കറ്റാർവാഴത്തണ്ട് കൊണ്ടുള്ള ജ്യൂസ്. ഇതിൽ ധാരാളം വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട്. കറ്റാർവാഴത്തണ്ടയുടെ ഈ പൾപ്പ് എങ്ങനെ എടുക്കണമെന്ന് നമുക്ക് നോക്കാം. ആ മുള്ളുള്ള ഭാഗം, സൈഡിൽ മുള്ളുണ്ടല്ലോ, ആ മുള്ളുള്ള ഭാഗം രണ്ട് സൈഡിൽ നിന്നും ചീവിയെടുത്ത് കളയാം. എന്നിട്ട് മുകൾ ഭാഗത്തു നിന്ന് ആ സ്കിന്ന് അങ്ങോട്ട് എടുത്ത് കത്തിയോണ്ടും എടുത്ത് മാറ്റും. വെള്ള കളറിലുള്ള ജെല്ലെടുത്ത് ഒരു വൃത്തിയുള്ള ഒരു ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. ആയുർവേദ വിധിപ്രകാരം വാതം, കഫം, പിത്തം ഈ വക രോഗങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് കറ്റാർവാഴത്തണ്ട്. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഉള്ളി മുതലായ ആഹാര പദാർത്ഥങ്ങളോട് അലർജിയുള്ളവർ ഇത് കഴിക്കാതിരിക്കുന്നത് നല്ലത്. അടുത്ത ചേരുവ നമ്മുടെ മലയാളികൾക്കൊക്കെ പ്രിയപ്പെട്ട കരിക്ക്. ഈ കരിക്ക് നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും കിഡ്നിയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. വൃക്ക പ്രശ്നങ്ങളുള്ളവരും രക്തത്തിൽ അമിതമായ പൊട്ടാസ്യത്തിൻ്റെ അളവുള്ളവരും ഇത് കഴിക്കാതിരിക്കുന്ന അഭികാമ്യം. നമ്മുടെ പ്രിയപ്പെട്ട കരിക്കും വെള്ളവും കറ്റാർവാഴത്തണ്ടയുടെ പൾപ്പും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായ സമ്മർ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇടണം. താങ്ക് യു.